1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. മലപ്പുറത്ത് വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് കിഫ്ബി. സമസ്ത മേഖലയിലും നമുക്ക് ആ മാറ്റങ്ങൾ കാണാം. 7000 കോടി രൂപയുടെ പദ്ധതികൾ ഇതുവരെ കിഫ്ബി വഴി മലപ്പുറത്ത് നടപ്പാക്കി കഴിഞ്ഞു. റിപ്പോർട്ടിലേക്ക്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായകമാവുകയാണ് കിഫ്ബി. ആരോഗ്യ, വിദ്യാഭ്യാസ, പൊതുഗതാഗത, കായിക മേഖലകളിലെല്ലാം കോടികളുടെ കിഫ്ബി ടച്ചുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗതിക അന്തരീക്ഷം മലപ്പുറത്തെ സ്കൂളുകൾക്ക് കാണാം. 268.9 കോടിയുടെ പ്രവർത്തനം ഇതിനോടകം പൂർത്തീകരിച്ചു. 61 വിദ്യാലയങ്ങളുടെ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിലും മുൻപില്ലാത്ത മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി താലൂക്ക് ആശുപത്രി, കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി, തവനൂർ CHC ഐസൊലേഷൻ വാർഡ്, താനൂർ CHC ഐസൊലേഷൻ വാർഡ് തുടങ്ങിയവയൊക്കെ പ്രധാന പദ്ധതികളാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ 14,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും. 7,000 കോടിയുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള ഏകദേശം 7,000 കോടിയിലധികം വരുന്ന പദ്ധതികൾ ഇപ്പോൾ പ്രവൃത്തിഘട്ടത്തിൽ. ഇപ്പോൾ നമ്മുടെ പൊന്നാനിയിലെ വരാൻ പോകുന്ന പാലം, തീരദേശ ഹൈവേയുടെ പൂർത്തീകരണം, മലയോര ഹൈവേയുടെ വലിയ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എല്ലാ മേഖലയും നമ്മൾ ഇപ്പോൾ സ്പോർട്സ് ആകട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, അങ്ങനെ ഏത് മേഖലയെടുത്താലും അതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ അസ്ഥാനത്തായി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. എടപ്പാൾ ഫ്ലൈ ഓവർ, 350 കോടി രൂപ ചെലവിലുള്ള പൊന്നാനി പുറത്തൂർ പടിഞ്ഞാറക്കര ഹൗറ മോഡൽ പാലം, പൊന്നാനി കർമ്മ പാലം, 104 കോടി ചെലവിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ്, നായർത്തോട് പാലം, തിരുനാവായ തവനൂർ പാലം തുടങ്ങി 1 ഡസനിലധികം പാലങ്ങളും കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കി. ജില്ലയിലെ തീരദേശ പാതകൾ, കോളേജുകൾ, കുടിവെള്ള പദ്ധതികൾ, സബ് രജിസ്ട്രേഷൻ ഓഫീസ്, മൈതാനങ്ങൾ തുടങ്ങിയവയും കിഫ്ബി കരുത്തിൽ മികച്ചതായി. മികച്ച പ്രൊഫഷനുകളെ കണ്ടെത്തുന്നതിലും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സംവിധാനം സജ്ജമാക്കുന്നതിലും വിജയിച്ചതിനാലാണ് മുടങ്ങിക്കിടങ്ങുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പൂർത്തിയാക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കിഫ്ബിക്ക് സാധിച്ചത്. അതിനുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് മലപ്പുറത്ത് കാണാൻ സാധിക്കും. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.